ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഭൂമിയിൽ ഇനിയും വെളിപ്പെടാനിരിക്കുന്ന ഏഴാമത്തെ സാമ്രാജ്യത്തിൽ വരുവാനിരിക്കുന്ന പ്രഭു, അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും ഉടമ്പടി ഉണ്ടാക്കി നിയമത്തെ കഠിനമാക്കും എന്ന് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. ഒരാഴ്ചവട്ടം അത് 7 വർഷങ്ങളുടെ ഒരു കാലമാണ്. ഇസ്രായേലുമായി നടക്കുന്ന ആ ഉടമ്പടി അല്ലെങ്കിൽ നടത്താൻ പോകുന്ന ആ ഉടമ്പടി, അതിൻ പ്രകാരം അവർ നിർഭയം വസിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ആ കാലഘട്ടം, സ്വൈര്യമായിരിക്കുന്ന ഒരു കാലം. എന്നാൽ ഇന്ന് അവർക്ക് അവരുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളോട് യുദ്ധമുണ്ട്. അപ്പോഴും ജനം സ്വൈര്യമായി കഴിയുന്നുമുണ്ട്. 7 വർഷത്തിൻ്റെ ഒരു കാലസംഖ്യ, അത് ദൈവം ദാനിയേൽ പ്രവാചകന് മാത്രം വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒരു രഹസ്യമാണ്. മറ്റാർക്കും അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ അവിടെയും 7 വർഷത്തിൻ്റെ കാലസംഖ്യയല്ല, മറിച്ച് 3.5 വർഷത്തിൻ്റെ കാലസംഖ്യയാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് നമുക്കിതിൽ നിന്നും അറിയുവാൻ കഴിയുന്നത്, ദാനിയേൽ പ്രവാചകനിൽ കൂടി വെളിപ്പെടുത്തി തന്ന 7 വർഷങ്ങളുടെ മധ്യേ വിഷയങ്ങൾ പാടെ മാറി മറിയുന്നതായ ചില വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ അഥവാ അവൻ്റെ അനുവാദത്തോടെ പണി കഴിയിച്ച യെരുശലേം ദേവാലയത്തിൽ ഹനനയാഗവും ഭോജനയാഗവും യഹൂദന്മാർ നടത്തിക്കൊണ്ടിരുന്നതായിട്ട് നമുക്കറിയാം. 3.5 വർഷത്തോളം അത് തുടർന്നു എന്നുള്ളതാണ് അത് നിർത്തലാക്കി എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പെട്ടെന്ന് അവിടെ ചില സംഭവങ്ങൾ ഉണ്ടാകുകയാണ്, ഗതിമാറ്റം ഉണ്ടാകുകയാണ്. എന്താണ് ഈ ഗതിമാറ്റത്തിന് കാരണം എന്നറിയുവാൻ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ, രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേയുള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ആമേൻ. ഇവിടെ പറയുകയാണ്, സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. കേൾക്കുമ്പോൾ അത് വിചിത്രമായിട്ട് നമുക്ക് തോന്നാം. സ്വർഗത്തിൽ യുദ്ധമുണ്ടാകുമോ? അതേ പ്രിയരെ, ദൈവം ചിലത് അനുവദിക്കും. യുഗങ്ങളുടെ അന്ത്യത്തിനായിട്ട് ഒരു കാലവും സമയവും ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. അതിൻ്റെ ആ സമയം തികയുമ്പോൾ ദൈവം അത് അനുവദിക്കും. വായിച്ചു കേട്ടതേ, പിന്നെ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. മഹാദൈവത്തിന്റെ സൈന്യാധിപനായി ഇരിക്കുന്ന മിഖായേലും മനുഷ്യനെ ഏദനിൽ ചതിച്ച് അവന്റെ അവകാശങ്ങൾ കൈക്കലാക്കിയ സാത്താൻ എന്ന പഴയ സർപ്പവും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടാവുകയാണ്. സാത്താൻ അവിടെ പരാജയപ്പെടുന്നതായിട്ടാണ് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അവനെ ഭൂമിയിലേക്ക് തള്ളിയിട്ടു എന്ന് വായിച്ചു കേട്ടു. അതിനർത്ഥം അവന്റെ ആസ്ഥാന മണ്ഡലമായ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് അവനെ തള്ളിയിട്ടു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സാത്താനെ ഭൂമിയിലേക്ക് തള്ളി ഇടുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ പാർക്കുന്ന ഈ കാലത്ത് തന്നെ സാത്താന്റെ പ്രവർത്തനം ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്, എക്കാലവുമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവും ദൈവസഭയും ഉള്ളിടത്തോളം അവന് പരിമിതികളുണ്ട്. ഇപ്പോൾ ദൈവസഭയുള്ളപ്പോൾ ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ് സർവകാര്യങ്ങളും നടക്കുന്നത്. സഭയെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ സാത്താനെ ഭൂമിയിലേക്ക് തള്ളിയിടുകയുള്ളൂ. തുടർന്ന് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും
ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. മതി. ഇവിടെ വായിച്ചു കേട്ട വേദഭാഗത്തിൽ ഒരു മൃഗത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. ഭരണാടിസ്ഥാനത്തിൽ ആ മൃഗത്തിന്റെ 3 ഘട്ടങ്ങളെ പറ്റിയും അവിടെ പറയുന്നുണ്ട്. ഈ മൃഗം ഒരിക്കൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, ഇനിയും അഗാധത്തിൽ നിന്നും കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. പ്രിയരേ, നമുക്കറിയാൻ കഴിയും, അഗാധത്തിൽ നിന്ന് കയറിയിട്ട് നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്ന ഒരുവനുണ്ട്. അവനെ പറ്റി നമുക്കറിയാം, അത് സാത്താനാണ്. സാത്താൻ മാത്രമല്ല, എതിർ ക്രിസ്തുവുണ്ട്, കള്ളപ്രവാചകനുമുണ്ട്. സ്വർഗത്തിൽ നിന്നും തള്ളിക്കളഞ്ഞ പിശാചും സാത്താനുമായ പഴയ പാമ്പ് അവൻ ഏദൻ തോട്ടം മുതൽ ഇന്നുവരെയും മനുഷ്യ ഹൃദയങ്ങളിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ്. അവൻ ഉണ്ടായിരുന്ന മൃഗം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എവിടം വരെ അവൻ ഉണ്ടായിരുന്നു? കാൽവറിയിലെ കുലക്കളം വരെ അവൻ ഉണ്ടായിരുന്നു. അവിടെ എന്താണ് അവന് സംഭവിച്ചത് എന്ന് കൊലോസ്യർ എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 15 പറയുന്നുണ്ട്. അതൊന്ന് വായിക്കാമോ? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതേ പ്രിയരേ, മനുഷ്യ ഹൃദയങ്ങളുടെ അവകാശ കൈമാറ്റമാണ് കാൽവറിയിൽ അന്ന് സംഭവിച്ചത്. അന്നുവരെയും മനുഷ്യവർഗത്തിന്റെ മേലുള്ള ഭരണാധികാരം അവന്റെ കയ്യിലായിരുന്നു എങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പിടിച്ചു വാങ്ങുകയാണ് ഉണ്ടായത്. അതാണ് കാൽവറിയിൽ സംഭവിച്ചത്. മനുഷ്യന് പോരാട്ടം ഉണ്ടായിരുന്നത് അന്നും ഇന്നും അത് മനുഷ്യരോടല്ല. നമുക്ക് മനുഷ്യരെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും. എന്നാൽ എഫെസ്യർ 6-ാം അധ്യായത്തിന്റെ 12 പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർഗത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. എന്നാൽ പ്രിയരെ, കാൽവറിയിൽ നമുക്ക് വലിയൊരു ജയം തന്നു. സാത്താന്റെ വാഴ്ചയെ തകർത്ത് ക്രിസ്തുവിന്റെ വാഴ്ചയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം കിട്ടി. അതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇപ്പോൾ ഇല്ലാത്തതും എന്ന് പറഞ്ഞാൽ അതിന് കാരണമുണ്ട്. അതൊന്ന് വായിക്കാമോ? 2 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 7-8. അധർമ്മത്തിന്റെ ധർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. ആമേൻ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്നും നീങ്ങിപ്പോക മാത്രം വേണം. ഇത് കൃപായുഗമാണ്. ദൈവസഭയുടെ മേൽ സാത്താനെ ഇപ്പോൾ വാഴ്ചയില്ല. ജാതികളുടെ മേൽ അവന് വാഴ്ചയുണ്ടാകാം. എന്നാൽ ഇതുവരെ തടയുന്ന പരിശുദ്ധാത്മാവും സഭയും സാത്താന്റെ വഴിയിൽ നിന്നും നീങ്ങിപ്പോകണം. അപ്പോൾ മാത്രമേ അവന് കയറി വരുവാൻ സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ അവൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ ഇല്ല എന്നല്ല, അവന്റെ ഭരണകൂടം ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് പറയുന്നത് അത് ജാതികളുടെ മേലാണ്, ദൈവസഭയിൽ മേലില്ല. അവൻ ഇപ്പോൾ ഇല്ല. എന്നാൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നവരുമാകുന്നു. പ്രിയരെ, അതിനായിട്ട് ദൈവം ഒരു കാലവും സമയവും അനുവദിച്ചിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 23 ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ അവരുടെ രാജത്വത്തിന്റെ അന്ത്യകാലത്തെ അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ദൈവത്തിന്റെ കാലോചിതമായ ദൈവപ്രവൃത്തിയിൽ ദൈവം അനുവദിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഒരുവനെ ദൈവം അനുവദിക്കും. ഇവിടെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് 7 തലയും 10 കൊമ്പുമുള്ള ഒരു മൃഗത്തെ ദൈവം അനുവദിക്കുമെന്നാണ്. 7 വർഷത്തെ അതിന്റെ ഭരണ കാലാവധിക്ക് അതിന്റെ ഇടയിൽ, അതായത് 3.5 വർഷം കഴിയുമ്പോൾ, അത് കുറച്ചും കൂടി പറഞ്ഞു വന്നാൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഭൂമിയിലെ ഭരണക്രമത്തിൽ കടന്നു വരുന്ന 4 മാറ്റങ്ങളുടെ 4 കുതിരകളെയും അതിന്റെ പുറത്തിരിക്കുന്ന 4 പേരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ഇത് 4 ഭരണകർത്താക്കളാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ വീണ്ടും പറയാണ്, ഇത് 4 ഭരണകർത്താക്കളല്ല. ഒരു ഭരണകൂടത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന്റെ അതിക്രമങ്ങളുടെ വളർച്ചയാണ് അവിടെ കാണിക്കുന്നത്. ഒരു ഏകലോക ഗവൺമെന്റിന്റെ പടിപടിയായി സംഭവിക്കുന്ന 4 മാറ്റങ്ങളാണ്. അത് അതിക്രമങ്ങളുടെ പരമോന്നതമായ ഒരു അവസ്ഥയിലേക്ക് അത് എത്തുന്ന ഒരു അനുഭവമാണ് അവിടെ കാണുന്നത്. ആരംഭത്തിൽ സമാധാനത്തിന്റെ വെള്ളക്കൊടിയും വീശിയാണ് അവൻ കടന്നു വരുന്നതെങ്കിൽ താമസിയാതെ അത് രക്തരൂക്ഷിതമായിട്ട് മാറുകയാണ്. തുടർന്ന് നിരന്തര യുദ്ധ പരമ്പരകളുടെ ഒരു കാലമായിരിക്കും ഉണ്ടാകുക. അതേ തുടർന്നുണ്ടാകുന്ന ഭക്ഷ്യ ദൗർബല്യം, സാമ്പത്തിക തകർച്ച, വാളക്ഷാമം, ഇവയെല്ലാം കാരണം നിരന്തരം മരണം മാത്രം അവശേഷിക്കും. അതിക്രമക്കാരുടെ അതിക്രമം അവിടെ തികയും. അപ്പോൾ അതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അപ്പോൾ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി, സാത്താനെ ഭൂമിയിലേക്ക് തള്ളിയിട്ടു. അതാണ് നമ്മൾ വായിച്ചു കേട്ടതിന്റെ സാരം. തുടർന്ന് നമ്മൾ വായിച്ചു കേട്ടത്, എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്തെ എന്ന് പറഞ്ഞാൽ 7ാമത്തെ ഭരണകൂടത്തിന്റെ അധികാര കൈമാറ്റം സംഭവിക്കണമെങ്കിൽ അതിനു മുന്നോടിയായി ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കണം. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. എന്ന് പറഞ്ഞാൽ ആരുടെയോ ശക്തിയിലാണ് അവൻ പിന്നെ പ്രവർത്തിക്കാൻ പോകുന്നത്, അതുറപ്പാണ്. അവനെപ്പറ്റി വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ൽ പറയുന്നത്, ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8ാമത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനുമാകുന്നു. അതിന്റെ തല, ആ തലകളിൽ 1 മരണകരമായ മുറിവേറ്റിരുന്നു. എങ്ങനെയാണ് അവൻ ഇത്ര വലിയ അധികാരത്തോടെ ഭരിക്കാൻ കഴിയുന്നത്? അതറിയണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ കൂടി വായിക്കണം. ഞാൻ കണ്ട മൃഗം ഉള്ളിപ്പിടിക്ക് സദൃശവും, അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായു സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി സർവഭൂമിയിലും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. ആമേൻ. വായിച്ചു കേട്ട വാക്യങ്ങളിൽ നിന്ന് 4 കൂട്ടം കാര്യങ്ങൾ വെളിപ്പെട്ടു വരുന്നുണ്ട്. 1, മഹാസർപ്പത്തിന്റെ ശക്തി. 2, മഹാസർപ്പത്തിന്റെ സിംഹാസനം. 3, മഹാസർപ്പത്തിന്റെ അധികാരം. ഇത് 3ഉം 8ാമന് ലഭിക്കുകയാണ്. അതോടുകൂടി സംഭവിക്കുന്ന 4ാമത്തെ കാര്യം, അവന്റെ മരണകരമായ മുറിവ് അതോടെ പുറത്തുപോയി എന്നാണ്. സാത്താന്റെ ശക്തിയും അവന്റെ സിംഹാസനവും അവന്റെ അധികാരവും കിട്ടിയതോടുകൂടി അവന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി, അവൻ ശക്തനായി തീർന്നു. അതിന്റെ 5ാമത്തെ വാക്യം പറയുന്നത്, സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. അതുകൂടാതെ 7ാമത്തെ രാജ്യത്തിലുള്ളവനും വാളാൽ മുറിവേറ്റവൻ എന്ന് പറയുമ്പോൾ ഒരു യുദ്ധത്തിൽ തോറ്റവനാണ്, അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പൊതുവിൽ അവൻ ശ്രദ്ധിക്കപ്പെടുവാൻ വളരെ സാധ്യതയും കുറവാണ്. അപ്പോഴും അവന്റെ മുറിവിന്റെ പരുക്ക് ഒരു വ്രണം കണക്കെ പ്രതികാരമായിട്ട് അവന്റെ ഉള്ളിൽ ജ്വലിച്ചു കാണും. അത് ഇസ്രായേലിനോടുള്ള തീരാത്ത പ്രതികാരമാണ്. ആ കാരണത്താൽ ആയിരിക്കാം സാത്താൻ 8ാമനെ തെരഞ്ഞെടുക്കുവാനുള്ള കാരണം. സാത്താൻ എപ്പോഴും അബ്രഹാമിന്റെ സന്തതിയോട് പ്രതികാരമുണ്ടല്ലോ. മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അത് തന്നെയുമല്ല, വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അവന് ലഭിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അവന് ലഭിച്ചു എന്ന് പറയുന്നതാൽ മുമ്പ് ഇല്ലാതിരുന്നതും ഇപ്പോൾ ലഭിച്ചതുമായ ഒരു കഴിവാണ്. തുടർന്ന് അത് ശ്രദ്ധിക്കേണ്ടത്, അവന് 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതിനു മുമ്പ് അധികാരം പ്രാപിച്ചിരുന്നില്ല എന്ന് തന്നെയാണ്. അവന് ലഭിച്ച അധികാര കാലയളവിനെ പറ്റി ദാനിയേൽ പ്രവചനം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 25-ൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് കാലവും കാലങ്ങളും കാലാംശവും എന്നാണ്. ഒരു കാലം, ഇരുകാലം, അരക്കാലം എന്ന് പറഞ്ഞാൽ 3.5 വർഷം എന്ന് അറിയുവാൻ കഴിയുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം,
അവിടെ പറയുന്നത് 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു എന്നാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് 7 വർഷത്തെ മൃഗഭരണകൂടത്തിന്റെ അതിന്റെ ഇടയിൽ കടന്നു വരുന്ന 8-ാമന് ലഭിക്കുന്ന കാലാവധി എന്ന് പറയുന്നത് 3.5 വർഷം മാത്രമാണ്. മൃഗത്തിന്റെ പ്രവർത്തന മണ്ഡലം ആരംഭിക്കുന്നത് ആദ്യം യെരുശലേം ദേവാലയം അശുദ്ധമാക്കിക്കൊണ്ടാണ്. അവിടെ ഒരു മ്ലേച്ഛ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. ആ നടപടിയോടുകൂടിയാണ്. മ്ലേച്ഛതയുടെ ചെറുകന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. അധർമ്മമൂർത്തി ആയവൻ അവന്റെ മൂർത്തി തന്നെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അത് തന്നെയുമല്ല, സർവരും അവനെ ദൈവമായിട്ട് ആരാധിപ്പാൻ നിർബന്ധിക്കുകയും ചെയ്യും. ആരെങ്കിലും അങ്ങനെ ചെയ്യാതിരുന്നാൽ ആ വ്യക്തിയെ കൊല്ലിക്കുവാൻ പ്രതിമയ്ക്ക് അധികാരവും കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ആമേൻ. പ്രിയരെ, ഞാൻ ഇതിനെപ്പറ്റി വിവരിക്കുന്നില്ല. അത് വിവരിക്കാൻ വളരെയധികം ഉള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ പാർക്കുന്ന ഈ ആധുനിക ലോകത്തെ ഇനിയും വരുവാൻ പോകുന്ന കാലത്തും ആധുനിക ശാസ്ത്രീയ സാങ്കേതിക വിദ്യയുടെ വളർച്ച, അതിൻ്റെ ഉയർച്ച, അതുവഴി ഉണ്ടായിട്ടുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം എവിടെയോട്ടാണ് അത് ലക്ഷ്യം വെക്കുന്നതെന്ന് ചോദിച്ചു നോക്കിയാൽ ഈ ഭൂമിയിലുള്ള ഓരോ വ്യക്തിയെയും തങ്ങളുടെ ഹിതപ്രകാരം യഥേഷ്ടം നിയന്ത്രിക്കുന്ന ഒരു വ്യവസ്ഥ അന്ന് ലോകത്തുണ്ടാകും. അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സർവശക്തനായ ദൈവം തമ്പുരാൻ യോഹന്നാനിൽ കൂടി മുന്നറിയിപ്പ് തന്ന് നമുക്ക് അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പ്രിയരെ, അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന ഏകാധിപതിയായ ഒരു ലോക നേതാവിനെ വിശുദ്ധ വേദപുസ്തകം പല പേരുകളിലാണ് വിളിക്കുന്നത്. പൊതുവിൽ നമ്മൾ ക്രിസ്തു എന്ന പേരിലാണ് വിളിക്കുന്നതെങ്കിൽ അത് നമുക്കറിയാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 18-ലും 2 യോഹന്നാൻ 2:7-ലുമാണ് ആ പേർ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. മറ്റൊരിടത്തും ആ നാമം ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല. അതേസമയം ദൈവം യോഹന്നാൻ അപ്പസ്തോലനെ പത്മോസ് ദ്വീപിൽ വെച്ച് വെളിപ്പാട് കൊടുക്കുമ്പോൾ അവിടെ ഉടനീളം പരിചയപ്പെടുത്തുന്നത് ക്രിസ്തു എന്നല്ല, മൃഗം എന്ന പേരിലാണ്. ദാനിയേൽ പ്രവാചകനെ മറ്റ് പല പേരുകളിലാണ് അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 20-ൽ പറയുന്നത്, 10 കൊമ്പുകൾക്കിടയിൽ നിന്നും മുളച്ചു വരുന്ന 3 കൊമ്പുകളെ വീഴ്ച കളഞ്ഞ കണ്ണും വമ്പു പറയുന്ന വായുവുള്ളതുമായ കൂട്ടുകൊമ്പുകളെക്കാൾ വണ്ണമേറിയതുമായ മറ്റേ കൊമ്പ് എന്നാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവനെ കൊമ്പ് എന്ന് വിളിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 23-ൽ പറയുന്നത്, ഉഗ്രഭാവവും ഉമായ ബുദ്ധിയും ഉള്ള ഒരു രാജാവ് എന്നാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 26-ൽ മറ്റൊരു പേരിലാണ് അവനെ അറിയപ്പെടുന്നത്. അവിടെ പറയുന്നത് വരുവാനിരിക്കുന്ന പ്രഭു എന്നാണ്. എന്നാൽ ഇതിലൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു പേരാണ് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പസ്തോലന് വെളിപ്പെടുത്തി കൊടുത്തത്. അവിടെ പറയുന്നു അധർമ്മമൂർത്തി. യെഹെസ്കേൽ 38, 39 എന്നീ അധ്യായങ്ങൾ ഉടനീളം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ കാണുന്നത് ഒരു ലോക നേതാവിനെ, പ്രഭുവായ ഒരു ഗോഗിനെയാണ്. പ്രിയരെ, പല നാമവിശേഷണങ്ങൾ അടങ്ങിയ ഒരാൾ, ആ വ്യക്തിയുടെ സ്വഭാവത്തെയാണ് അതിൽ കൂടി വെളിപ്പെട്ടു വരുന്നത്. മഹാസർപ്പത്തിന്റെ അധികാരവും ശക്തിയും സിംഹാസനവും കിട്ടിക്കഴിയുമ്പോൾ ഇസ്രായേലിനെ നശിപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ അവൻ കടന്നു വരും. ദൈവത്തിന്റെ നഗരമായ യെരുശലേം പിടിച്ചെടുത്ത് അവിടെ ഇരുന്നു കൊണ്ട് ലോകത്തെ ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും ഗോഗ് അന്ന് കടന്നു വരുന്നത്. നമുക്കറിയാം, 1000 ആണ്ട് വാഴ്ചയുടെ കാലത്ത് ദൈവത്തിന് സിംഹാസനം ഇരിക്കേണ്ട സ്ഥലം
ലോകരാജ്യങ്ങളെ മുഴുവനും ഭരിക്കപ്പെടുവാനായിട്ട് അവിടെ ഹാലലി ഒരു ആസ്ഥാനം ഉണ്ടാകേണ്ടതാണ്. ദൈവത്തിന്റെ ആസ്ഥാനം ഇരിക്കുന്നിടത്ത് തന്നെ വേണം ആമേൻ ആരെ സാത്താൻ അവന്റെ സിംഹാസനം വയ്ക്കുവാനായിട്ട്. ഇതാണ് നമ്മൾ ക്രിട്ടിക്കലായിട്ട് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഒരിക്കലെ യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിന്റെ 14-ാം അധ്യായത്തിൽ ഇവനെ പറ്റി പറയുന്നത് എന്തുവാ? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ കൂടാരത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്കും മീതെ കയറും, അത്യുന്നതനോടെ സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. പ്രിയരെ, സാത്താൻ ഹൃദയത്തിൽ പറഞ്ഞത് ദൈവത്തിന്റെ കാതുകളിൽ മുഴങ്ങി. അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം ചിന്തിക്കുവാൻ. നമ്മളുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നത് ദൈവം കേൾക്കും. ആമേൻ, ഹല്ലേലൂയ. വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം അവിടെ പറയുന്നത്, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു, അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രവചനം ദാനിയേൽ പ്രവാചകന്റെ പ്രവചന പുസ്തകം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നു, അവൻ എന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തുവാണ്. അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്നു, വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. മൃഗഭരണകൂടം യെരുശലേമിൻ ആ കോട്ടയെ പിടിച്ചടക്കും എന്നുള്ളതാണ്. യെരുശലേം കോട്ടയെ പിടിച്ചടക്കും. മാത്രമല്ല, അതിന് 33-ാമത്തെ വാക്യം തുടർന്ന് വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, എങ്കിലും കുറെ കാലത്തേക്ക് അവർ എന്ന് പറഞ്ഞാൽ ഇസ്രായേല്യരാണ്, വാൾ കൊണ്ടും തീ കൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ച കൊണ്ടും വീടുകൊണ്ടിരിക്കും. ഇവിടെ വാൾ, തീ എന്നീ പ്രയോഗങ്ങൾ നിരന്തരമായ യുദ്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവരെ കവർച്ച ചെയ്യും, അനേകർ പ്രവാസത്തിലേക്ക് പോകും. പ്രിയരെ, യാക്കോബിന്റെ കഷ്ടകാലം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. യിരെമ്യാ പ്രവാചകൻ തന്റെ 30-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലാണ് ആ ഒരു വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. ഒന്ന് വായിക്കാമോ? യിരെമ്യാ പ്രവചനം അതിന്റെ 30-ാമത്തെ അധ്യായത്തിന്റെ 5, 6, 7 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നാം നടുക്കത്തിന്റെ മുഴക്കം കേട്ടിരിക്കുന്നു, സമാധാനമല്ല ഭയമത്രേ ഉള്ളത്. പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവീൻ. ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും ഏത് മുഖവും വിളറിയിരിക്കുന്നതും കാണുന്നത് എന്ത്? ആ നാൾ പോലെ വേറെ ഇല്ലതാനും, അത് വലുതായിരിക്കുന്നു. കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. ആമേൻ. ഇവിടെ വായിച്ചു കേട്ട വാക്യങ്ങളിൽ അതിന് പ്രകാരം നടക്കുന്ന യാക്കോബിന്റെ കഷ്ടകാലം അത് ഏറ്റവും കൂടുതൽ മൂർച്ഛിക്കുന്നത് മൃഗത്തിന്റെ 3.5 വർഷത്തിന്റെ അവസാന സമയങ്ങളിലാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ കാലത്തെ പറ്റി പറയുന്നത് പ്രകാരമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം, ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമൊന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ. പ്രിയരെ, ഇസ്രായേൽ പർവ്വത നിരകളിൽ വന്ന് വീണു മുറിവേറ്റ ഒരു ഗോഗിനെ നമ്മൾ മറന്നുപോകരുതേ. അവന്റെ പരിക്കിന് പകരം വെട്ടുവാൻ ഒരവസരം കാത്തിരിക്കുമ്പോൾ അതേ വികാരത്തോടും അതേ വീറോടും അതേ വാശിയോടും കൂടി സാത്താനും അവനോട് കൂടി ചേരുകയാണ്. അതാണ് നമ്മൾ അവിടെ കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവ വികാസമാണ് തുടർന്ന് 10 കൊമ്പുകളായ 10 രാജാക്കന്മാരിൽ 3 രാജാക്കന്മാരുടെ പദവികളെ അവൻ വീഴ്ച കളഞ്ഞത്. 10-ൽ 3 പേരെ വീഴ്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് വീണുപോയത് അവരുടെ പദവികൾ മാത്രമാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പോഴും 10 കൊമ്പുകൾക്ക് എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടില്ല എന്ന് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായവും അതിന്റെ 17-ാം അധ്യായവും നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 13-ൽ പറയുന്നത്, ഇവർ ഒരേ അഭിപ്രായമുള്ളവർ, തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നാണ്. വളരെ വ്യക്തമായ ഒരു സന്ദേശം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതെന്താ? ഇതിനു പുറകിൽ ഉണ്ടായിരുന്ന 3.5 വർഷം ഈ 10 രാജാക്കന്മാർക്ക് ശക്തി ഉണ്ടായിരുന്നു, അധികാരം ഉണ്ടായിരുന്നു, അവർ ഭരിച്ചിരുന്നു. ഇപ്പോൾ അവരുടെ അധികാരത്തിനും ശക്തിക്കും മാറ്റം വന്നു. അത് മൃഗത്തിന് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. സർവാധിപത്യം മൃഗത്തിന്റെ കൈവശമായി തീരുകയാണ്. ഇപ്പോൾ ഇവനെ 7ാമനായിട്ടല്ല അറിയുന്നത്,
എട്ടാമനായ മൃഗമായിട്ടാണ് അറിയപ്പെടുന്നത്. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു, അഥവാ അവകാശം ഒഴിഞ്ഞു കൊടുക്കുന്നു. എന്താ കാരണം? പ്രിയരെ, തുടർന്ന് ഈ ഭൂമിയിൽ ഭരിക്കുവാൻ പോകുന്നത് പ്രത്യക്ഷത്തിൽ നമ്മൾ ഒരു മനുഷ്യനെയാണ് കാണുന്നതെന്ന് തോന്നുമെങ്കിലും എന്നാൽ മഹാസർപ്പമായ സാത്താനായിരിക്കും തുടർന്ന് ഈ ഭൂമിയെ ഭരിക്കാൻ പോകുന്നത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കണം. ഞാൻ വായിച്ചോളാം. അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് തീ ഇറങ്ങുവാർ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിക്കുവാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും തുടർന്ന് പറയുകയാണ്, മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുമെന്നാണ്. അമാനുഷികമായ പ്രവർത്തികളാണ് സാത്താനാൽ തുടർന്ന് ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം. എതിർ ക്രിസ്തു എന്ന മൃഗത്തോടു കൂടി കള്ളപ്രവാചകനും സാത്താനും കൂടി ഇസ്രായേലിന് നേരെ മഹായുദ്ധത്തിനായിട്ട് കടന്നു വരുമെന്ന് തിരുവചനം മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞു. ഈ യുദ്ധത്തിന്റെ വിവരണം യെഹെസ്കേൽ പ്രവചനം അതിന്റെ 38-ാം അധ്യായത്തിലും 39-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇത് പൂർണ്ണമല്ല. മറ്റ് പ്രവാചക പുസ്തകങ്ങളിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അത് വിവരിക്കുന്നുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും താവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു ചെന്ന് വലിയ അത്ഭുതങ്ങളെ ചെയ്തും കൊണ്ട് സർവഭൂമിയിലുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കാൻ പോയി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കൂട്ടിച്ചേർക്കാൻ പോയിരിക്കുന്നു. മടക്കി കൊണ്ടുവരുന്ന എങ്ങോട്ടാണെന്നറിയാമോ? ഒരു കുലക്കളത്തിലേക്കാണ് അവർ കൊണ്ടുവരുന്നതെന്നുള്ള അവർക്ക് അറിയുന്നില്ല. സർവ്വലോകരും ചേർന്നാണ് ഇസ്രായേലിനെതിരെ കടന്നു വരുന്നത്. യുദ്ധങ്ങളുടെ എല്ലാം ആട്ടക്കലാശമായി ഒരു യുദ്ധം, അത് അർമഗദോൻ യുദ്ധം തന്നെയാണ്. പ്രിയരെ, മാഗോഗ് യുദ്ധമല്ല അർമഗദോൻ യുദ്ധം. ഇത് രണ്ടും 2 യുദ്ധങ്ങളാണ്. അർമഗദോൻ യുദ്ധത്തിൽ ഇസ്രായേൽ പിടിക്കപ്പെടും. സക്കറിയാവിന്റെ പ്രവചന പുസ്തകം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, അവിടെ അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിപ്പാനുള്ള യഹോവയുടെ ദിവസം വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സക്കറിയാവ് പ്രവചനം അതിന്റെ 12-ാം അധ്യായത്തിൽ നമ്മൾ മുമ്പ് കണ്ടതാണ്. എന്താ? ഒരിക്കൽ ഗോഗും കൂട്ടരും കൊള്ളയിടാൻ കടന്നു വന്നു, എന്നാൽ അവൻ വീണു മുറിവേറ്റു. എന്നാൽ ഇപ്പോൾ പ്രിയരെ അങ്ങനെയല്ല. അവർ വന്നു, കൊള്ള അടിച്ചു, കൊള്ളയിടപ്പെട്ടു. അത് വിഭാഗിച്ചു കൊടുക്കുവാനുള്ള തീരുമാനമാണ്. മുന്നോടിയായി യെരുശലേം നഗരം പിടിക്കപ്പെട്ടു, വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു, സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു, പകുതി ജനം പ്രവാസത്തിലേക്ക് പോയി. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 16-ൽ നമ്മുടെ കർത്താവ് മുന്നറിയിപ്പ് നൽകി, അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. യെശയ്യാ പ്രവാചകനിൽ കൂടി അതുപോലെ തന്നെ മറ്റൊരു മുന്നറിയിപ്പും കിട്ടിയിട്ടുണ്ട്. അതിന്റെ 26-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, എന്റെ ജനമേ, വന്നു നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക, ക്രോധം കടന്നു പോകുമ്പോഴും അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. അതേ പ്രിയരെ, അവർ മലകളിലേക്ക് ഓടിപ്പോകും. അത് ജോർദാൻ മലനിരകളുടെ അറകളാകുവാനാണ് കൂടുതൽ സാധ്യത. ആ സ്ഥലം പെട്ര എന്നാണ് അറിയപ്പെടുന്നത്. ഒരിക്കൽ ഏദോമ്യർ അവിടെ പാർത്തിരുന്നു. നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ അവരെ ശിക്ഷിച്ച് അവിടെ നിന്നും ഇറക്കി വിട്ടതാണ്. ആർക്കു വേണ്ടിയാണ് അവരെ ഇറക്കി വിട്ടത്? അവരെ ഇറക്കി വിട്ട അന്നു മുതൽ ഇന്ന് വരെയും ഈ പറഞ്ഞ ആ മലയിടുക്കുകളും അതിലുള്ള ഗുഹകളിലും ഒരു മനുഷ്യൻ പോലും ഇപ്പോൾ അവിടെ പാർക്കുന്നില്ല. അതായത് വെബ്സൈറ്റുകൾക്ക് പോലും അവിടെ പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു ഇടമെന്നാണ് പറയുന്നത്. എന്താണ് ദൈവം അവിടെ അത് ശൂന്യമാക്കിയിട്ടിരിക്കുന്നത്? വാളിൽ നിന്നും ഒഴിഞ്ഞു വരുന്ന തൻ്റെ ജനത്തിനു വേണ്ടി ഒരു സ്ഥലം ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 41-ഉം 42-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു അത്ഭുത സംഭവം
അത് കണ്ണു മറിഞ്ഞു കിടപ്പുണ്ട്. എന്താണത്? എതിർ ക്രിസ്തു അവൻ ഇസ്രായേലിലേക്ക് സർവസന്നാഹത്തോടെ കടന്നു വരുമ്പോൾ മനോഹര ദേശത്തേക്ക് കടക്കും. 10,000 പേർ വീഴും. എന്നിട്ട് പറയുകയാണ്, എങ്കിലും ഏദോമും മോവാബും അമ്മോന്യരും അവന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോകും. എന്താ പ്രിയരെ അതിന് കാരണം? അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. പ്രിയരെ, പെട്ര ഗുഹകൾ ഇപ്പോൾ അമ്മോന്യരായ ജോർദാന്റെ കൈവശം ഇരിക്കുന്ന പ്രദേശമാണ്. എതിർ ക്രിസ്തു ആ പ്രദേശത്ത് വന്നിട്ട് ഒഴിഞ്ഞു പോകും. ആ കാരണം എന്താ? തൻ്റെ ജനം അവിടെ അന്ന് പാർക്കുന്ന സമയമായിരിക്കും. ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്ര മഹത്തരവും ഉന്നതവുമാണെന്ന് ഓർത്തുകൊള്ളുക. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 18:2 ഇപ്രകാരം പറയുന്നുണ്ട്: യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. ഞാൻ ഒരിക്കൽ കൂടി അത് വായിക്കാം. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. എൻ്റെ പ്രിയരെ, ആ പാറയ്ക്കുള്ളിൽ, ഞാൻ ശരണമാക്കുന്ന ആ പാറയ്ക്കുള്ളിൽ, അതിൻ്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കാം. രഹസ്യത്തിലുള്ള നമ്മുടെ പിതാവിനോട് കൂടി ആയിരിക്കാം. അല്പനേരത്തേക്ക് ഈ ദുഷ്ടലോകത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കാം. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ പോകുന്നു. ദൈവം നമ്മെ ഏവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.